എൻ്റെ പൊന്നു മക്കളെ, ബബ്ബബ എന്ന് പറയുന്ന സിനിമ പോയി കണ്ട് ഞാൻ എന്ത് പറയണം, എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൂടുതലൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. സിനിമ നല്ല പൊള്ളി സിനിമയാണ്, വൈബ് സിനിമയാണ്. നിങ്ങൾ സ്റ്റോറി ലൈന് പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോറി ലൈൻ ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇത് പക്കാ ഒരു ഫാൻ മൂവി അല്ലെങ്കിൽ എൻ്റർടൈനിങ് മൂവി നമുക്ക് പറയാം. ഫുൾ അതിൽ പറയുന്ന പോലെ തന്നെ നോ ലോജിക് മാഡ്നെസ്. ലോജിക് ഇല്ല എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, സംഭവം സ്റ്റോറി ലൈൻ ഭയങ്കര കിട്ടില്ല. സ്റ്റോറി ലൈനൊന്നുമല്ല, കുറേ സംഭവങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. ഒരു ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ട്വിസ്റ്റുള്ള കഥ അങ്ങനത്തെ സംഭവമൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് പോയില്ല. ഞാൻ ലുലു മാളിൽ പോയാണ് ഈ ഒരു മൂവി ഉണ്ട്. സാധാരണ ലുലു മാളിൽ ഇങ്ങനെ മൂവിയൊക്കെ ആരും കൈയടിക്കുകയും വിസിലടിക്കുകയും അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു മൂവിക്ക് അവിടെ ഫുൾ കൈയടിയും ബേളമായിരുന്നു. കാരണം ഭയങ്കര ഫൺ എൻ്റർടൈനിങ് കോമഡി ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല കിടിലമായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ദിലീപ് ഏട്ടൻ ഈസ് ബാക്ക്. പുള്ളി കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് പടം. പഴയ നമ്മുടെ റൺവേയിലും CID മൂസിയിലൊക്കെ കണ്ടിരുന്ന പുള്ളീനെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. പുള്ളിയുടെ റൺവേ 2 വരണം ശരിക്കും പറഞ്ഞാൽ. ഇത് റൺവേ 2 കൂടെ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ വേറെ ലെവലാവും. ബട്ട് ഈ ഒരു മൂവിയുടെ കാര്യത്തിലോട്ട് നമുക്ക് പോവാം. മൂവി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുന്ന ഒരു മാഡ്നസ് ഫൺ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകുന്ന മൂവി. നമ്മൾ CID മൂസയിൽ ലാസ്റ്റ് കണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ ഇല്ല, അതുപോലത്തെ സീക്വൻസസ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഭയങ്കര ഫാസ്റ്റായിട്ട് എൻ്റർടൈനിങ് ആണ്, കോമഡി ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. ഒട്ടും തന്നെ ബോറിംഗ് അല്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് തീരുന്നത് പോലും നമ്മളറിയത്തില്ല, കാരണം അത്ര സ്പീഡിലാണ് സ്റ്റോറി പോകുന്നത്. നല്ല കിട്ടിലുമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സ്റ്റോറി അത്യാവശ്യം ഒരു ലോജിക്കുള്ള സ്റ്റോറിയാണ് എന്ന് വെച്ചാലും അതിൽ നമുക്ക് ഫൺ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങൾ വരുമ്പം നമ്മളെ സ്റ്റോറി കുറച്ച് ഡിപ്പായിട്ട് നമ്മൾ ചിരിച്ച് കോമഡി ആയിട്ട് പോകും. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. നല്ല കിട്ടില്ല ഒരു സംഭവമാണ്. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമുക്ക് സെക്കൻഡ് ഹാഫിലോട്ട് പോവാം. സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ സെക്കൻഡ് ഹാഫിൽ വന്ന് ദിലീപ് എണ്ണയിട്ട് ഒരു 1.5 പൊളിയുണ്ട് ഗൈസ്. ആ പൊളിയിൽ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ സ്റ്റോറിയോ സംഭവം ഒന്നും നോക്കണ്ട. സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ച് സീൻ ഇട്ട് തന്നിട്ടുണ്ട്. അത് മതി നമുക്ക് പോയി നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ടിക്കറ്റ് വേർത്തായിട്ടിരുന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു സ്വാഗ് നമ്മൾ മൊബൈലിലോ OTTയിലോ ഇരുന്ന് കണ്ടാൽ കിട്ടത്തില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ മോഹൻലാൽ ഫാനാണെങ്കിലും ദിലീപ് ഫാനാണെങ്കിലും. കാരണം അത്രയ്ക്കൊരു വൈബ് വരുന്നൊരു സെക്കൻഡ് ഹാഫാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മൂവിക്ക്. മൂവി കിട്ടില്ലാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ ഔട്ട് ഓഫ് 5 റേറ്റിംഗ് കൊടുക്കുന്നത് 4 ആണ്. കാരണം എനിക്ക് മൂവി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഭയങ്കര ലോജിക്കും ട്വിസ്റ്റും, നമ്മൾ പ്രതീക്ഷിക്കാതെ കഥ വരുന്നു, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കഥ നമുക്ക് അത്യാവശ്യം എന്തിനാണ് മൂവി എൻ്റർടൈൻ ആവണം, ഫണ്ണായിരിക്കണം. സോ അതെല്ലാം ഉള്ളൊരു നല്ലൊരു മൂവി. കുറേ നല്ല സോങ്സ് ഉണ്ട്. അതുകൂടാതെ ഇതിലെ മറ്റൊരു സംഭവം എന്തെന്ന് വെച്ചാൽ റെഫറൻസസ്. കഴിഞ്ഞ കുറേ മൂവിയിലെ റെഫറൻസസ് ഈ ഒരു മൂവിയിലുണ്ട്. അത് വരുമ്പം നമുക്ക് ഗൂസ് ബംസ് വരുന്ന കുറേ സീൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സീന് നിങ്ങൾ ആ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഗൂസ് ബംസ് വന്നിരിക്കും. അത്രയ്ക്കൊരു കിട്ടില്ല ഒരു സീനാണ് അവർ കാണിച്ചിരിക്കുന്നത്. കുറേ മൂവിയുടെ റെഫറൻസസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൺവേ മൂവിയിലെ റെഫറൻസാണ്. നിങ്ങൾക്ക് ഞാൻ വേറെ സ്പോയിലേഴ്സ് ഒന്നും തരുന്നില്ല. റൺവേ മൂവിയിലെ റെഫറൻസ് കിട്ടിലുമായിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴയ മൂവീസിലെ സോങ്സ്, അതായത് പണ്ട് ഹിറ്റായിരുന്ന സോങ്സുകൾ അവർ വീണ്ടും ഇതിൽ ചെറിയ ചെറിയ പോർഷനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കിട്ടിലുമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സോ മൂവി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഫൺ എൻ്റർടൈനിങ് ആണ്. നിങ്ങൾ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ അയ്യോ ഇതിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാം. പക്ഷെ അങ്ങനെയല്ല. സ്റ്റോറി വൈസ് സ്റ്റോറി ഉണ്ട്. ആ ഒരു അവരുടെ ഒരു ലോജിക്കിനനുസരിച്ച് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി അതിനുണ്ട്. അതിലാണ് ഒരു മാഡ്നെസ്സും എൻ്റർടൈൻമെൻറ്റും കോമഡി അവർ മിക്സ് ചെയ്തിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. നിങ്ങൾ മറ്റേ അശ്വന്ത് കോഴിയോ അവൻ്റെ ഒന്നും റിവ്യൂവും കണ്ട് വെറുതെ ജീവിതം പാഴാക്കില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ സിനിമ തിയേറ്റർ എന്തിനാണ് പോകുന്നത്? എൻ്റർടൈൻ ചെയ്യുന്നതാണ്. അല്ല അവിടെ ഇരുന്ന് നമ്മൾ സിനിമയിൽ ഇത് നോട്ട് ചെയ്ത് ഇത് തെറ്റ് ചെയ്ത് അത് തെറ്റ് ചെയ്ത് ഇങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ എന്തിൻ്റെ സിനിമയ്ക്ക് പോകണം? അതുകൊണ്ട് നിങ്ങൾ പോയി കാണുക, എൻ്റർടൈൻമെൻറ്റായിട്ട് നിങ്ങൾ കരുതുക, എൻജോയ് ചെയ്യുക.
അപ്പോൾ ഈ മൂവിയിലെ മെയിൻ കഥാപാത്രങ്ങൾ നമ്മുടെ ദിലീപേട്ടൻ, പിന്നെ ലാലേട്ടൻ, പിന്നെ വിനീത് ശ്രീനിവാസൻ, ത്രിയാൻ ശ്രീനിവാസൻ, അവരുടെയൊക്കെ ഓരോ കോംബോ ഉണ്ടല്ലോ. കോമഡി എന്ന് പറഞ്ഞാൽ വൻ കോമഡി. കുറേ റെഫറൻസസ് ഉണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്നിരിക്കും, ഉറപ്പാണ്. പിന്നെ ഉള്ളത് ബാലു വർഗീസ്, പിന്നെ നമ്മുടെ സ്വന്തം ബൈജു സന്തോഷ്, പുള്ളിക്കാരൻ വേറെ ലെവലായിരുന്നു. പിന്നെ ഒരു തമിഴിലൊരു ആക്ടറുണ്ട്, അതാരും ഞാൻ പറയുന്നില്ല. അത് എൻഡ് ക്രെഡിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സീനിൽ വരുന്നൊരു വ്യക്തിയാണ്. അത് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറായി പോകും, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ കിട്ടിലുമായിട്ട് വന്നിട്ടുണ്ട് മൂവി. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മൂവി. കാരണം ഇത്രയും ഒരു ചിരിക്കാനുള്ളൊരു ദിലീപേട്ടൻ്റെ പടം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വരുന്നത്, അതുകൊണ്ട് കിട്ടില്ലാണ്. പലർക്കും അഴിഞ്ഞാട്ടം എന്ന ഈ ഒരു മൂവിയിലൊരു സോങ് ഉണ്ട്, അത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ആ തിയേറ്ററിൽ ഇരുന്ന് കാണണം. ആ ഓളത്തിൽ പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ ഒരു സോങ് ഇനി നമ്മളെ ഉത്സവ പറമ്പിലൊക്കെ ഹിറ്റാകാൻ പോകുന്നൊരു സോങ് ആയിരിക്കും. കാരണം അത് തിയേറ്ററിൽ ഇരുന്ന് അത്രയും സൗണ്ടിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ അതൊരു ഓളത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. എനിക്കും യൂട്യൂബിൽ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്സൊന്നും ആയില്ല. പക്ഷേ തിയേറ്ററിൽ ഇരുന്ന് കേട്ടപ്പോൾ ഐ എം റിയലി ഇമ്പ്രസ്ഡ്. ഇതിലെ റെഫറൻസസ് ഭയങ്കര ഹിറ്റ് മൂവിയിലെ റെഫറൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്, തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സ്പാർക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഏത് മൂവിയിലാണോ അതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കോമഡിയൊക്കെ മനസ്സിലായി. ആ ഒരു റെഫറൻസസ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി. കാരണം ഇതിൻ്റെ റൈറ്റേഴ്സ്, നമുക്ക് റൈറ്റേഴ്സ് ആരെന്ന് നോക്കാം. റൈറ്റേഴ്സ് വരുന്നത് ഫാഹിം സഫറും നൂറിൻ ഷെരീഫാണ്. ഒരു ഹസ്ബൻഡ് വൈഫാണെന്ന് എല്ലാവർക്കും അറിയാം. സോ അവരാണിത് എഴുതിയിരിക്കുന്നത്. സോ അവർ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞ് നോക്കി ഒരു റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. മേ ബി 90s അതിന് മുന്നേ ഉള്ളവർക്കൊക്കെ ആയിരിക്കും ചിലപ്പം ഇത് പിടിക്കാത്തത്, ഈ ഒരു മൂവി പിടിച്ചില്ല എന്ന് വരുന്നവർ. കാരണം ഇത് റൈറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ എന്താണ് ട്രെൻഡിങ്, പഴയ മൂവീസിനെ ബേസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര കിട്ടിലുമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഗോപാൽജിയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഗോപാൽജി ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട്, അതാണ് മറ്റൊരു കാര്യം. പിന്നെ ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ, പുള്ളിയുടെ ഡെബ്യൂ മൂവിയാണെന്ന് തോന്നുന്നു, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. പുള്ളിയുടെ ഫസ്റ്റ് മൂവി എന്തോ ആണെന്ന് തോന്നുന്നു. കിട്ടിലായിട്ട് റെഫറൻസുകൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. മേ ബി അത് ഡയറക്ടറിൻ്റെ ബ്രില്യൻസോ റൈറ്ററിൻ്റെ ബ്രില്യൻസോ ആയിരിക്കും. അത് വളരെ കിട്ടിലുമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒത്തിരി മലയാളത്തിൽ ഹിറ്റായ ആക്ടേഴ്സ് ഉണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ അവരുടെ റോൾസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലോസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊന്നും തന്നെ കണ്ടില്ല. ഞാനൊരു മൂവി എൻ്റർടൈൻമെൻറ്റ് മൂവി എന്നുള്ള രീതിയിൽ പോയി കണ്ടതാണ്. എനിക്കറിയാം ഇതൊരു അവർ തന്നെ ഓൾറെഡി പറഞ്ഞല്ലോ, മാഡ്നസ് നോ ലോജിക്. അപ്പം നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുക, ഇക്കോ മൂവിയൊക്കെ പോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻ ഡെപ്ത് സ്റ്റോറിയുള്ള മൂവിയാണ്, അല്ലാതെ അതിൽ ഫണ്ണോ എൻ്റർടൈൻമെൻറ്റോ ഒന്നുമില്ല. പക്ഷേ ഇതിൽ ഫൺ എൻ്റർടൈൻമെൻറ്റ് കോമഡി ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ അതിൽ സ്റ്റോറിയുടെ ഒരു ഡെപ്ത് കുറച്ച് കുറയും. കാരണം നമ്മൾ അതിൻ്റെ ടോപ്പിലാണ് ഈ ഫണ്ണ് എൻ്റർടൈൻമെൻറ്റ് കോമഡി എല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ചെയ്ത് നമുക്ക് അത് ഫീൽ ആവത്തില്ല. എന്തിനാണ് അയ്യോ ഇങ്ങനൊരു കഥ എന്നൊക്കെ ഉള്ളൊരു ഫീൽ ചിലപ്പം വന്നാലാവാം. മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ്റെയും ദിലീപേൻ്റെയും കോംബോയാണ്. അവർ ആ ഒരു ബിഗ് സ്ക്രീനിൽ ആ ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്ര ഒരു പണ്ടത്തെ ഒരു കോംബോയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും 2020-ലൊക്കെ ഉള്ള. സോ അത്ര നല്ലൊരു രീതിയിൽ അവർ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്, ഷൂട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് VFX ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് ചെയ്സ് സീൻസാണ്. കുറേ വണ്ടികൾ ഈ ഒരു മൂവിയിലുണ്ട്, ചെയ്സ് സീനായിട്ടും അല്ലാതെ നമുക്ക് റെഫറൻസ് ആയിട്ട്. അത് നിങ്ങൾ ട്രെയിലർ കണ്ടു കാണുമല്ലോ, റെഫറൻസ് ആയിട്ട് ഏതാണ് വരുന്നതെന്ന്. യെസ്, അത് തന്നെ. അപ്പോൾ അങ്ങനെ കുറേ റെഫറൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു മൂവിയാണ്. എനിക്ക് ക്ലൈമാക്സ് സീനൊക്കെ വന്നപ്പം കുറച്ചുകൂടെ ഒരു സ്റ്റോറിക്കൊരു ലോജിക്കുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞ് ലോജിക്കില്ല, പക്ഷേ ക്ലൈമാക്സിൽ വരുമ്പം ഇത്രയും നടന്ന സംഭവത്തിനൊരു ലോജിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ആ ഒരു എൻഡ് ക്ലൈമാക്സ് വരുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി അവർക്ക് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പ്ലോട്ട് അവരിട്ടിട്ടാണ് ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് ചെയ്യണം. നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോകണം, കുട്ടികളെയൊക്കെ കൊണ്ടുപോകണം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു മൂവിയാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കോമഡി വരുന്ന മൂവിയൊന്നുമില്ല. പിന്നെ വലിയ ബുദ്ധിജീവിയാണ്, നിങ്ങൾക്ക് തിങ്ക് ചെയ്യണം, കഥ നിങ്ങൾ തിങ്ക് ചെയ്യണ പോലെ ആവാൻ പാടില്ല, അപ്പോഴാണ് മൂവി വിജയിക്കുന്നത് എന്നൊന്നും കരുതല്. ഇത് അങ്ങനത്തെ ഒരു പടമല്ല, ഫൺ എൻ്റർടൈൻമെൻറ്റ് കോമഡി മൂവിയാണ്. നിങ്ങൾ ആ ലെവലിൽ പോയി കാണുക. പിന്നെ നിങ്ങൾ ഈ റിവ്യൂ ഒന്നും കണ്ടിട്ട് ദയവ് ചെയ്ത് പോയി കാണാൻ നിൽക്കല്.
റിവ്യൂവിൽ അറിയാമല്ലോ എന്താണ് സംഭവം എന്ന്. കേസും കോടതിയും കാരണം പുള്ളിക്കാരനെതിരെ കുറേ നെഗറ്റീവും ഇതെല്ലാം സ്പ്രെഡ് ചെയ്യും. സോ മേ ബി റിവ്യൂ ചിലപ്പോൾ കുറച്ചായിരിക്കും കാണിക്കുന്നത്. ബട്ട് നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിന് എന്തായാലും നിങ്ങൾക്ക് കാണാനുള്ള സംഭവം ആ മൂവിയിലുണ്ട് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഹെയ്റ്റേഴ്സ് പോയി കാണാൻ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ? നിങ്ങളൊന്നും പോയി കാണുകയും വേണ്ട. നിങ്ങൾ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഹെയ്റ്റേഴ്സ് പോയി കാണേണ്ട. നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്നവർ, സിനിമ ആരാധകരുണ്ട്, ദിലീപ് ഫാനുണ്ട്, മോഹൻലാൽ ഫാനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കാണുക. അപ്പം